പിന്നെ സിനിമാ നടൻ എന്നുള്ള നിലയിൽ MLA-യോ മന്ത്രിയോ എന്റെ കാര്യം ഞാൻ പറയാണ്. MLA ആയാൽ പല കാര്യങ്ങളുമുണ്ട്. 10 കൊല്ലം മുമ്പ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, ഒരു സിനിമാ നടൻ എന്ത് ചെയ്യാൻ കഴിയും, സിനിമാ നടന് MLA പണി എങ്ങനെ ചെയ്യാൻ കഴിയും. അതെല്ലാം ഞാൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ നേരിട്ടു. എന്നാൽ ഇന്ന് 10 കൊല്ലം കഴിഞ്ഞ് ഈ MLA സ്ഥാനം വിട്ട് പോകുമ്പോൾ അഭിമാനത്തോടുകൂടി എനിക്ക് പല കാര്യങ്ങളും എന്റെ ഓർമ്മയിൽ എനിക്കെന്നും മധുരിക്കുന്ന ഓർമ്മകൾ തന്നിട്ടുള്ള 10 കൊല്ലമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ 10 കൊല്ലമാണ്. കാര്യം ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ പറ്റി. ഒരു ചെറിയ കാര്യം എന്നെപ്പറ്റി ആയതുകൊണ്ട് ഞാൻ തന്നെ പറയാണ്, വേറെ ആരും പറയാനില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ കൊല്ലത്തിന്റെ തന്നെ പഴയ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ശ്രീ തങ്കപ്പൻ സാറിന്റെ മകൻ, അദ്ദേഹം TD ദത്തൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, എന്നെ 2 ആഴ്ച മുമ്പ് വിളിച്ചു പറഞ്ഞു, എനിക്കൊരു കാര്യം, ഒരു ഉപകാരം ചെയ്യണം. ആള് UDF ആണെന്ന് ഓർക്കണം, LDF അല്ല. ഞാൻ ചോദിച്ചു, എന്ത് കാര്യമാണ് ദത്തന് വേണ്ടത്? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടാണ്. അല്ല, ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ കൊല്ലത്തെ MLA-മാരുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി വരികയായിരുന്നു. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ അങ്ങനെ വലിയ ശിലാഫലകത്തിൽ പേരൊന്നും കാണുന്നില്ല ഒരു MLA-യുടെ. അപ്പം മുകേഷിന്റെ പേര് എത്ര ശിലാഫലകത്തിലുണ്ട് എന്നൊന്ന് കണക്ക് കൂട്ടിത്തരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അല്ല, ചിന്തിക്കണം. അത് നമ്മൾ കൊല്ലംകാരുടെ ഒരു ആവശ്യമാണ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, അതിനകത്ത് എന്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ ഇങ്ങനെ കാണിക്കാനാണ്. അപ്പോൾ ഞാൻ എന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ദത്തനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു, അത് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു 3-4 ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ട് ടോട്ടലായിട്ട് 69 ശിലാഫലകത്തിൽ MLA-യുടെ പേരുണ്ട്. വളരെ കുറവാണ്, വളരെ ബാക്കിയുള്ള 3-4 ഒക്കെ ഉള്ളൂ പല സ്ഥലത്തും. ഇവിടെ ഈ 10 കൊല്ലം കൊണ്ട് 69 ഇനിയും വരാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കാൻ എന്നും അതൊരു ശിലാഫലകമായി എന്റെ മനസ്സിൽ നിൽക്കും. ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാം, സിനിമാ നടനായതുകൊണ്ടാണ്. അടുത്ത സമയത്ത് ഞാൻ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാള് വന്നിട്ട് എന്നെ കണ്ടിട്ട് ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താണ്? അപ്പൊ അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി നല്ല പച്ചയ്ക്ക് പറഞ്ഞു, ഈ സിനിമയൊക്കെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നതല്ല, കൊല്ലത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യും. അപ്പം ഞാൻ അടിച്ചു വിട്ടിരുത്തി. ഞാൻ പറഞ്ഞ്, കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, ഞാൻ അമാനുഷികനൊന്നുമല്ല, എന്നാലും ഏത് ഭാഗത്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറച്ച് നാളുണ്ട്, അതിനകത്ത് വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും അത് സാധിച്ചെടുക്കാം. ഏത് സ്ഥലമാണ്, ഏത് പ്രശ്നമാണ് നിങ്ങൾ ഊന്നി പറയുന്നത്? പറഞ്ഞോളൂ. അല്ല, അത് ഞാൻ കൊല്ലത്ത് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ എവിടെയാണ്? ഞാൻ മലബാറിലാണ്. ഞാൻ പറഞ്ഞു, കൊല്ലത്ത് വരാതെയാണോ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി കൊല്ലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞത്? അത് പിന്നെ കുറെ പേരൊക്കെ എഴുതുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങളും എഴുതിയോ? ഞാനും ഇടയ്ക്കിടയ്ക്ക് എഴുതും, കൊല്ലത്ത് എന്തെങ്കിലും ചെയ്തിട്ട് പോടേ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അപ്പൊ ഇതാണ് ഈ സോഷ്യൽ മീഡിയയുടെ സത്യസന്ധമായ ഒരു കാര്യം. ഒന്നും അറിയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തായാലും നിങ്ങൾ എഴുതുന്നു, ഞാനൊരു സിനിമാ നടനല്ലേ? അതെ, സിനിമാ നടനായതുകൊണ്ടാണ് ഒരുപാട് പേര് കാണുന്നതും വായിക്കുന്നതും ഒക്കെ, കമന്റ് എഴുതുന്നതും ഒക്കെ. ഞാൻ പറഞ്ഞു, വല്ലപ്പോഴും കൂടിയൊക്കെ നല്ലതും കൂടെ പറയണ്ടേ? ലൈക്കില്ല. നല്ലത് എഴുതി നോക്കി ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. ചീത്ത എഴുതി കഴിഞ്ഞാൽ അപ്പ തള്ളി കയറുകയാണ്. അപ്പൊ പിന്നെ ചീത്ത എഴുതുന്നല്ലേ നല്ലത്? ഇത് സത്യസന്ധമായ കാര്യമാണ്. കൊല്ലത്തിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത, കൊല്ലത്ത് ഒരിക്കൽ പോലും വരാത്ത ആൾക്കാരാണ് ഒരു കാര്യവുമില്ലാതെ കൊല്ലത്തെ പറ്റിയും കൊല്ലത്തിന്റെ MLA പറ്റിയൊക്കെ എഴുതുന്നെന്നുള്ള ഒരു തിരിച്ചറിവും അത് മനസ്സിലാക്കിയപ്പോഴും അതും ഒരു മധുര സ്മരണയുമായിട്ട് ശിലാഫലകത്തിൽ എഴുതി മനസ്സിൽ വെക്കാൻ സാധിച്ചു. ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബാലഗോപാൽ, ഗണേശൻ എന്ന ഞങ്ങളുടെ KB ഗണേഷ് കുമാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി
കൊല്ലംകാരൻ എന്ന നിലയിൽ, MLA എന്ന നിലയിൽ പിന്നീടാണ്, കൊല്ലംകാരൻ എന്ന നിലയിൽ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു, എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.